ഇന്ത്യയെ ഞെരുക്കുന്ന നടപടികളുമായി അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം മുന്നോട്ടു പോകുകയാണ്. തുടരെ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുന്ന പരിഷ്കാരങ്ങളാണ് ട്രംപ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തീരുവ ഉയർത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യക്കെതിരായ അമേരിക്കയുടെ നയതന്ത്ര സംഘർഷ പ്രഖ്യാപനം. തൊട്ടുപിന്നാലെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വാണിജ്യത്തിന് തടയിടുന്നതിന് ചബഹാർ തുറമുഖത്ത് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരുന്ന ഇളവുകൾ പിൻവലിച്ചു. ഇപ്പോഴിതാ ഇന്ത്യയിൽ നിന്നുള്ള ടെക്കുകളടക്കമുള്ള തൊഴിൽ അന്വേഷകരുടെ സ്വപ്നമായിരുന്ന H-1B വിസയ്ക്കുള്ള ഫീസ് കുത്തനെ കൂട്ടിയാണ് അമേരിക്ക ഇന്ത്യക്ക് അടുത്ത തിരിച്ചടി നൽകുന്നത്. നിലവിലുണ്ടായിരുന്നതിനേക്കാൾ 10-15 ഇരട്ടിയായി H-1B വിസയ്ക്കുള്ള ഫീസ് നിരക്ക് കുത്തനെ ഉയർത്തി. H-1B വിസ നിർത്തലാക്കാനുള്ള നീക്കം ട്രംപ് ഭരണകൂടം നിർത്തുന്നതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ വിസ നിർത്തലാക്കാതെ ഫീസ് കുത്തനെ കൂട്ടി സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കാനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതോടെ ഇനി മുതൽ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിൽ വൈദഗ്ധ്യം ഉള്ളവരുടെ അമേരിക്കൻ സ്വപ്നത്തിന് ചിലവേറും. ഇതുവരെ പരമാവധി 5 ലക്ഷം രൂപ വരെ ചെലവഴിച്ചാൽ ഇന്ത്യക്കാർക്ക് അമേരിക്കയിൽ H-1B വിസ ലഭിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ ഒരു വിസയ്ക്കുള്ള ചെലവ് 88 ലക്ഷം രൂപയാണ്. H-1B വിസയ്ക്കുള്ള വാർഷിക ഫീസ് $1,00,000 ഉയർത്തിയത്. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ശക്തമായ നടപടി എന്ന നിലയിലാണ് ഈ വിസ ഫീസ് നിരക്ക് പരിഷ്കരണത്തെ ട്രംപ് വിശേഷിപ്പിക്കുന്നത്. വൈദഗ്ധ്യമുള്ള തൊഴിലിന് ആളുകളെ എത്തിക്കാനാണ് ഇത്തരം വിസകൾ നൽകുന്നത്. എന്നാൽ ഈ വരുന്നവർ ഉന്നതമായ തൊഴിൽ വൈദഗ്ധ്യമുള്ളവരും അമേരിക്കക്കാരാൽ മാറ്റപ്പെടാത്തവരുമാണ് എന്ന് ഉറപ്പിക്കാനാണ് ഫീസ് വർധനവ് എന്നാണ് ട്രംപിന്റെ ഇതേക്കുറിച്ചുള്ള ന്യായീകരണം. അമേരിക്കൻ കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ് H-1B വിസകൾ. ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമായ തൊഴിൽ മേഖലകളിൽ ജോലി നേടുന്നതിനുള്ള H-1B വിസകൾ ഏറ്റവും അധികം നേടുന്നതും ഇന്ത്യക്കാർ തന്നെയാണ്. IT, സയൻസ്, എഞ്ചിനീയറിംഗ് മേഖലകളിൽ നിരവധി വിദഗ്ധ തൊഴിലാളികൾ ഇന്ത്യയിൽ നിന്ന് H-1B വിസയിൽ അമേരിക്കയിലെത്തി സ്വന്തം കരിയർ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഏതാണ്ട് 35 വർഷമായി ഇന്ത്യയിൽ നിന്ന് നിരവധി തൊഴിൽ വൈദഗ്ധ്യമുള്ളവർ H-1B വിസ ഉപയോഗിച്ച് കടൽ കടന്നു. 3 വർഷത്തേക്ക് നൽകുന്ന വിസ 6 വർഷത്തേക്ക് നീട്ടാനും അനുവാദമുണ്ടായിരുന്നു. കണക്കുകൾ പ്രകാരം ഇന്ത്യക്കാരാണ് ഏറ്റവും അധികം H-1B വിസ ഗുണഭോക്താക്കൾ. കഴിഞ്ഞ വർഷം ഇഷ്യൂ ചെയ്ത H-1B വിസകളിൽ 71% ഇന്ത്യക്കാരായിരുന്നു. ചൈനയിൽ നിന്നുള്ളവർ 11.7%. 2025 പകുതി വരെയുള്ള കണക്കുകൾ പ്രകാരം ആമസോണാണ് H-1B വിസകൾ ഏറ്റവും കൂടുതൽ നേടിയത്. 12,000-ൽ അധികം വിസകൾ ലഭിച്ചു. ടാറ്റ കൺസൾട്ടൻസി, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ എന്നീ കമ്പനികളാണ് തൊട്ടു പിന്നിലുള്ളത്. കാലിഫോർണിയയിലാണ് H-1B തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. H-1B വിസയുള്ളവർക്ക് അമേരിക്കയിലെ ഗ്രീൻ കാർഡിനും അപേക്ഷിക്കാം. പൊതുവെ ഗ്രീൻ കാർഡ് അപേക്ഷകൾ അംഗീകരിച്ചു കിട്ടാൻ വലിയ കാലതാമസം എടുക്കാറുണ്ട്. ഇപ്പോൾ ഫീസ് ഇരട്ടിക്കു കൂടി ചെയ്തതോടെ ഗ്രീൻ കാർഡ് അപേക്ഷയും പ്രതിസന്ധിയിലാകും. ഗ്രീൻ കാർഡ് അപേക്ഷിച്ചവർക്ക് അത് കിട്ടുന്നതുവരെ സമയാസമയങ്ങളിൽ H-1B വിസ പുതുക്കേണ്ടി വരും. ഇത് ഇരട്ടി ചിലവാണ് ഉണ്ടാക്കുക. ഇന്ത്യയിൽ നിന്ന് IT മേഖലയിലടക്കം ജോലിക്കായി പോകുന്നവരെയാണ് ട്രംപിന്റെ വിസ നിരക്ക് വർധനവ് തിരിച്ചടിക്കുന്നത്. തൊഴിൽ തേടി അക്കരെ കടക്കുന്ന നിരവധി ഇന്ത്യൻ യുവാക്കളുടെ സ്വപ്നങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ് ട്രംപിന്റെ ഈ തീരുമാനം. H-1B വിസയിൽ എത്തി അമേരിക്കയിൽ മികച്ച ജീവിതം കെട്ടിപ്പടുത്ത ഇന്ത്യക്കാർ ഏറെയാണ്. 1990 മുതലുള്ള ചരിത്രത്തിൽ അത്തരം നിരവധി ആളുകളെ കാണാം. പുതിയ നിയമം നിലവിൽ വന്നതോടെ തുടക്കക്കാർക്കും താരതമ്യേന കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർക്കും H-1B വിസ ലഭിക്കാനും അവ പുതുക്കാനും ഏറെ സാമ്പത്തിക നഷ്ടം സഹിക്കേണ്ടി വരും. ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളുടെ ശരാശരി വാർഷിക ശമ്പളത്തേക്കാൾ കൂടുതലാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ച വിസ നിരക്ക്. 2025 കണക്കുകൾ പ്രകാരം തുടക്കക്കാരായ H-1B വിസ തൊഴിലാളികൾക്ക് വാർഷിക വരുമാനം ശരാശരി $97,000 ആണ്. പരിചയസമ്പന്നർക്ക് $1,20,000 വരെയാണ് വാർഷിക വരുമാനം. വിസ നിരക്ക് കൂടുന്നതോടെ ഈ അപേക്ഷകളിലും ഗണ്യമായ കുറവുണ്ടാകും. വലിയ ശമ്പളം നൽകാൻ ശേഷിയുള്ള കമ്പനികൾക്ക് കൂടുതൽ വിസകൾ ലഭിക്കും. സാങ്കേതിക മേഖലയിലെ ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെ പലർക്കും ഇത് അവരുടെ റിക്രൂട്ട്മെന്റ് തന്ത്രങ്ങൾ മാറ്റിയെഴുതാനും കാരണമായേക്കുമെന്ന് വിലയിരുത്തലുണ്ട്. ട്രംപ് സർക്കാർ കൊണ്ടുവരുന്ന മറ്റൊരു മാറ്റമാണ് ഗോൾഡ് കാർഡ് വിസ പ്രോഗ്രാം. $10 ലക്ഷം നിരക്കിലും $20 ലക്ഷം നിരക്കിലും 2 ഗോൾഡ് കാർഡുകളാണ് ട്രംപ് സർക്കാർ ഏർപ്പെടുത്തുന്നത്. അതായത് ഇന്ത്യൻ രൂപ അടിസ്ഥാനത്തിൽ യഥാക്രമം ഏകദേശം 9 കോടി രൂപയും 18 കോടി രൂപയുമാകും ഗോൾഡ് കാർഡ് അപേക്ഷയ്ക്കുള്ള നിരക്ക്. വ്യക്തികളെയും ബിസിനസ്സുകാരെയും ഉദ്ദേശിച്ചാണ് ഗോൾഡ് കാർഡ് പുറത്തിറക്കുന്നത്. അതായത് ഉന്നത ശ്രേണിയിലുള്ളവരെ മാത്രം അമേരിക്കയിലേക്ക് ക്ഷണിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമാണ് ഇത്.
ഇത് അമേരിക്കയിൽ ധാരാളം നിക്ഷേപ സാധ്യത തുറക്കുമെന്ന് ട്രംപ് പറയുന്നു. മുൻപ് ജോ ബൈഡൻ സർക്കാർ കൊണ്ടുവന്ന മാറ്റമനുസരിച്ച് H-1B വിസ ചട്ടങ്ങളിൽ ഇളവ് വന്നിരുന്നു. അമേരിക്കൻ കമ്പനികൾക്ക് വിദഗ്ധ തൊഴിലാളികളെ എളുപ്പം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുള്ള ഈ മാറ്റം ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുപോലെ ഗുണം ചെയ്തിരുന്നു. ബൈഡൻ നടപ്പാക്കിയ ഇളവ് സ്റ്റുഡന്റ് വിസയിൽ തൊഴിൽ വിസയിലേക്കുള്ള മാറ്റം ഉൾപ്പെടെ എളുപ്പമാക്കുകയും ചെയ്തതാണ്. പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ നിശ്ചിതകാലം ജോലി ചെയ്യുന്നതിനുള്ള അനുമതിയാണ് H-1B വിസ അനുവദിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. വിസ നിരക്ക് വർദ്ധിക്കുന്നതോടെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വലിയ തോതിൽ അവസരം നഷ്ടപ്പെടാൻ ഇടയാക്കും. പ്രതിവർഷം 65,000 H-1B വിസകളാണ് അമേരിക്ക അനുവദിക്കുന്നത്. IT, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ വിദേശത്ത് നിന്ന് വൈദഗ്ധ്യമുള്ളവരെ അമേരിക്കയിൽ ഓഫീസുകളിൽ താൽക്കാലികമായി ജോലിക്ക് നിയമിക്കാനുള്ളതാണ് ഈ H-1B വിസ. ഈ 65,000 കൂടാതെ ഉയർന്ന ബിരുദങ്ങളുള്ളവർക്കായി 20,000 വിസ കൂടി അനുവദിക്കാറുണ്ട്. അങ്ങനെ 85,000 വിസകൾ. 2025 ആദ്യ പകുതി പരിഗണിച്ചാൽ ഏറ്റവും അധികം H-1B വിസയ്ക്ക് അപേക്ഷിച്ചത് ഇ-കൊമേഴ്സ് ഭീമനായ ആമസോണിന്റെ ഉപകമ്പനി AWS ആണ്, 12,000. മൈക്രോസോഫ്റ്റ്, മെറ്റ എന്നിവയാണ് 5,000-ലേറെ അപേക്ഷകളുമായി തൊട്ടുപിന്നിൽ. ഓരോ വർഷവും അനുവദിക്കുന്ന H-1B വിസയിൽ മുന്തിയ പങ്കും നേടുന്നത് ഇന്ത്യക്കാരാണ്. അതിനിടെ H-1B വിസയുള്ളവർ അടുത്ത കുറച്ചു കാലത്തേക്ക് US തന്നെ തുടരണമെന്ന് മൈക്രോസോഫ്റ്റ് കമ്പനി നിർദ്ദേശം നൽകി.